അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് പണിയുണ്ട് ഇവിടെ. ഒരു ദിവസമല്ല അമ്മേ, മക്കള് പോയി വരി. അമ്മ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകട്ടോ. നിങ്ങൾക്ക് പോണല്ലേ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരടി. വിഷുവിന് വന്നതല്ല അമ്മേ, ഏട്ടൻ അവിടെ ഒറ്റക്കല്ലേ. ഇപ്പൊ ഞാൻ അവിടെ ഉള്ളായിട്ട് പുറത്തുനിന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നേ. ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് അവനോട് ഇങ്ങോട്ട് വരാന്. ഇവിടുന്ന് ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയേ. ആ എന്നാ അവന്റെ ഒഴിവനുസരിച്ച് നിങ്ങൾ വരണ്ടേ. അല്ല ലച്ചു പെണ്ണെന്തേ? ദേവു ലച്ചു എന്തേ? ചേച്ചിന്റെ ഇറക്കം കഴിഞ്ഞില്ലമ്മേ. ലച്ചു ഇതമ്മേ വരുന്നു. മതി ഒരുങ്ങിയത്, വേഗം ഇങ്ങോട്ട് വന്നൂട്. ഞാൻ റെഡി പോവാ. അച്ഛമ്മയുടെ ലച്ചു പെണ്ണി ഉടുപ്പിൽ സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു അച്ഛമ്മേ. അല്ല ലച്ചു ഇതേതാ ഡ്രസ്? ഇതെനിക്ക് അച്ഛൻ വാങ്ങി തന്നതാ. അച്ഛനോ? അതെ. മോളെന്താ വിചാരിച്ച മോക്ക് മാത്രം വാങ്ങി തരുള്ളൂന്നോ? അതിന് ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ ഇനിയിപ്പോ രണ്ടാളും അതിന് വാങ്ങിക്കൂടണ്ട. ഷീബ അവനാടെ? ഏട്ടന് സാധനങ്ങളൊക്കെ വണ്ടി കയറ്റാമേ. എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ? ആമ്മേ. അല്ല സുമേ, നീ അവിടെ നിന്നല്ലേ പോകുന്നേ? അപ്പൊ നിനക്ക് കൊണ്ടുപോകാനൊക്കെ എങ്ങനെ കൊണ്ടുപോകും? എനിക്കൊന്നും വേണ്ടമ്മേ, ഞങ്ങൾ ബസ്സിലായിരിക്കും അവിടുന്ന് പോവാ. അപ്പൊ പിള്ളേരൊക്കെ കൊണ്ട് എനിക്കൊന്നും പിടിക്കാൻ കഴിയത്തില്ല. അയ്യോ അത് കഷ്ടമായല്ലോ. അത് സാരല്ല അമ്മേ. അച്ഛമ്മേ അച്ഛനെ അച്ഛന് കടയിൽ പോയതാ. പോകുന്ന വഴിക്ക് മക്കളെ കണ്ടോളൂ കേട്ടോ. ശരി അച്ഛമ്മേ. അച്ഛമ്മയുടെ പാറൂസ് നീ എന്നാ വരിക? നാളെ വരും. അല്ല നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? എല്ലാം മോട്ടോയിൽ കൊണ്ടുവച്ചോ? അതൊക്കെ വെച്ചു അമ്മേ. മക്കൾ ഇറങ്ങിക്കോളി. അച്ഛമ്മയുടെ മക്കളെല്ലാരും അച്ഛമ്മക്ക് ഒരു ചക്കര ഉമ്മ തന്നെ. അച്ഛമ്മ ഉമ്മ. ആ ഇനി നന്ദൂട്ടൻ ഉമ്മ. എന്റെ ചക്കര അച്ഛമ്മക്ക് ഉമ്മ ഉമ്മ. ഇനി ലച്ചൂസ് വാ. എന്റെ ലച്ചൂസിന് ഉമ്മ. നീ എന്തിനാണ് ചിരിക്കുന്നേ? അച്ഛമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടിയാ ലച്ചുട്ടി. എന്നാ അമ്മേ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ ഇന്ന് തന്നെ വരൂലേ? ആ ഞാനിന്ന് എത്തും അമ്മേ. അവരെ ആക്കി കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് വരും. പോയിട്ട് വരും മക്കള്. 1 hour later. അല്ലടി നീ കല്യാണത്തിന് പോയില്ലായിരുന്നോ? ഞാനും പോയിരുന്നു ചേച്ചി. അവിടെ ആണെങ്കിൽ നിൽക്കാൻ കഴിയുന്നില്ല. പന്തലിലെ ചൂടും അവിടുത്തെ ബഹളവും ഒക്കെ പാടായപ്പോ മണിക്കുട്ടൻ കരയാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോവാ? അത് പറ്റില്ല, നാളെ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ആ അത് പറ്റൂല, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. നിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലടി. ഏട്ടനവിടെ ഒറ്റക്കല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിളിച്ച് പറഞ്ഞോണ്ട് ഏട്ടനോട്. ഷീബേജി നിങ്ങളോടുകൂടി ഏട്ട പറയുന്നേ. നാളെ പോണം. നാളെ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോവൂല. എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, എന്നിട്ട് നാളെ തന്നെ പോവാനോ? ഞാൻ സമ്മതിക്കില്ല. അച്ഛനും അമ്മയും തറവാട്ടിലായിരിക്കില്ല നിക്കാറ്? അതെ ചേച്ചി, ചില ദിവസമൊക്കെ ഇവിടെ നിൽക്കും. അല്ലാത്ത ദിവസം ഉണ്ണിക്കുട്ടനും നീ ഒറ്റക്കാണോ നിക്കാറ്? അതെ ചേച്ചി, പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ അവരില്ലേ. ഇനിയിപ്പോ ഈ മാസം ഏട്ടൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വീട് വെച്ചപ്പോ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം തീർന്നിട്ടുണ്ട്. അമ്മേ ഞാൻ നിന്നോട് ഡ്രസ്സ് മാറ്റാൻ എപ്പണ്ട് പറയുന്നേ? അമ്മേ ഞാൻ അതിനെന്നെ വന്നേ. എന്നാ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി വാ, ആ ബാഗിലുണ്ടാവും. അല്ല പാറൂസും കിച്ചട്ടനൊക്കെ എവിടെ? അവരൊക്കെ ആടുന്ന് കളിക്കുന്നുണ്ട്. ഡ്രസ്സ് മാറ്റിയിട്ട് നന്ദൂട്ട അവരെ വിളിച്ചു വാ, ചായ കുടിച്ചിട്ട് കളിക്കാൻ പോട്ടോ. ശരി ആന്റി. 1 week later. ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുന്നേ? പാറു എന്താ അമ്മേ? ചേച്ചി എവിടെ? ചേച്ചി അവിടെ കളിക്കുന്നുണ്ട്. പാറു എന്താ അമ്മേ? മോള് കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചോണ്ടെന്നാ. എനിക്കൊന്നും വയ്യ. അമ്മയുടെ നല്ല മോളല്ലേ, ഞാനൊന്നും പോവൂല. അമ്മ ഉണ്ണിക്കുട്ടനോട് പോവാൻ പറ. അവനെ പറഞ്ഞയച്ചാൽ നിനക്കറിയാലോ, കൊടുത്ത പൈസക്കൊക്കെ അവന് മിഠായി വാങ്ങി വരും. എന്നാ തുമ്പിനോട് പോവാൻ പറ. അയ്യടാ ഞാൻ പോയതന്നെ. അമ്മ ചേച്ചിയോടല്ലേ പറഞ്ഞേ? അമ്മ മിഠായി മേടിക്കാൻ പൈസ തരാം. എന്നാ ഞാൻ പോവാം. ഞാൻ പോവാമ്മേ. വേണ്ട, ഒരാൾ പോയാ മതി. അമ്മ എന്നോടല്ലേ പറഞ്ഞേ, അപ്പൊ ഞാൻ പോവാ. ആഹാ അമ്മടെ പ്ലൂസു, ഞാൻ പോവാട്ടോ. ഇനി രണ്ടാളും വഴക്കടിക്കണ്ട, പാറ് പോയിക്കോളും. ഓ അല്ലെങ്കിൽ ഈ അമ്മക്ക് ഇങ്ങനെ തന്നെ. നീയല്ലേടി ഇതുവരെ പോകുന്നില്ല പറഞ്ഞേ? അപ്പൊ ചേച്ചി പറഞ്ഞാണല്ലോ പോവില്ലാന്ന്. എനിക്ക് വയ്യ നിന്നോട് പറയാന്. പാറു വേഗം വന്നോട്, അമ്മ മേടിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തട്ടെ. ഓ എന്തിനാ തമ്പുരാട്ടി വിളിക്കുന്നേ? എന്നാലും പാവണ്ട്, ഞാൻ മിഠായി തിന്നുമ്പോ നീ ഇങ്ങനെ നോക്കി നിക്കണ്ടേ? 20 minutes later. അല്ല ചേച്ചി താരെ നോക്കി നിൽക്കുന്നേ? പാറേച്ചി കടയിൽ പോയിട്ടുണ്ട്. ഓ അതാണോ? ദാ അമ്മ പൈസ കൊടുത്തിട്ടുണ്ട് നമുക്ക് മിഠായി വാങ്ങാന്. സത്യം? ആടാ. ഓ പാറേച്ചി വേഗം എത്തിയാ മതി. ഇനി അമ്മേ പാറേച്ചി വരുന്നുണ്ട്. ഇതാ അമ്മേ, അമ്മയുടെ സഞ്ചി. എന്തു പറ്റി? ഇനി എന്ത് പറ്റാന്? അമ്മ കണ്ടില്ലേ? ഓ കൈ പൊട്ടിപ്പോയാണോ? പിന്നല്ലാതെ ഞാൻ അവിടുന്ന് ഇട്ടത് എങ്ങനെ കൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. മര്യാദക്ക് പീഡക്കാർ തരുന്ന കവർ മേടിച്ചാ പോരെ? നമ്മളായിട്ട് നമ്മളെ പ്രകൃതി എന്തിനാ നാശാക്കുന്നേ? അല്ല ഞാൻ പറഞ്ഞതൊക്കെ മേടിച്ചില്ലേ? ആ അമ്മ എഴുതി തന്നതൊക്കെ ഇതിലുണ്ട്. ചേച്ചി ഞങ്ങൾ മിഠായി എവിടെ? ഏത് മിഠായി? ചേച്ചിക്ക് അമ്മ ക്യാഷ് തന്നില്ലേ ഞങ്ങൾക്ക് മിഠായി വാങ്ങാന്? ഓ അതോ, അത് ഞാൻ വാങ്ങി കഴിച്ചു. എന്ത് പണിയാ ചേച്ചി കാണിച്ചേ? പാറു എന്താ അമ്മേ? ഞാൻ 3 പേർ കൂടിയല്ലേ മിഠായി വാങ്ങാൻ ക്യാഷ് തന്നേ? അത് പിന്നെ അല്ല
അച്ഛനോടും അമ്മയോടും പറയാതെ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാം ചേച്ചി. അവർക്കൊരു സർപ്രൈസ് ആയിക്കോളും. ആ അതന്നെ ഞാനും ആലോചിക്കുന്നേ. നമ്മൾ എന്താ മേടിക്കുക? നമുക്കൊരു കേക്ക് മേടിക്കാം. പിന്നെ അച്ഛനും അമ്മക്കും ഓരോ കൂട്ടം ഡ്രസ്സും മേടിക്കാം. പക്ഷേ ചേച്ചി നമ്മൾ എങ്ങനെ അത് മേടിക്കും? നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ. പിന്നെ കടയിൽ പോകുമ്പോ അമ്മ അറിയില്ലേ? ഓ എന്റെ തുമ്പി ചേച്ചി, വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ ഇല്ല നമ്മുടെ കയ്യില്. ആ അത് ശരിയാ. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? എനിക്ക് കിട്ടിയ ക്യാഷ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. തുമ്പിന്റെ അടുത്തോ? എന്റെ അടുത്തും ഉണ്ട് ചേച്ചി. പക്ഷേ ഞാൻ കുറച്ച് അതിന്ന് എടുത്തിട്ടുണ്ട്. ഈ എന്തിനാ എടുത്തതിന്? അത് പിന്നെ ഞാൻ അതിന് കുറച്ച് മിഠായി വാങ്ങി, ഐസ് വാങ്ങി. എപ്പോ? അതൊക്കെ വാങ്ങി. ദേ എന്നിട്ട് ഞങ്ങൾക്ക് തരാതെ തിന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ പൈസ. എന്നാലും ഒരു മിഠായി എനിക്ക് തരായിരുന്നു. ആ അതൊക്കെ പോട്ടെ ചേച്ചി, നമ്മൾ മിഠായി വാങ്ങുമ്പോ തുമ്പിക്ക് കൊടുക്കണ്ട, നമുക്ക് കഴിക്കാം. തുമ്പി നീ പോയി നിന്റെ അടുത്ത് ക്യാഷ് എത്ര ഉണ്ട് നോക്ക്. ശരി ചേച്ചി. തുമ്പി നിക്ക്. നീ ഉണ്ണിക്കുട്ടന്റെ ക്യാഷ് എടുത്തോ? വേണ്ട, എന്റെ തുമ്പി എടുക്കണ്ട. പിന്നെ നമ്മൾ എങ്ങനെ ഗിഫ്റ്റ് മേടിക്കും? തുമ്പി എടുക്കണ്ടെന്നാ പറഞ്ഞേ. അതെന്താ ഞാൻ എടുത്താല്? വേണ്ട, പാർച്ചേച്ചി എടുത്തോളൂ. ഞാൻ എടുത്തെന്ന് വിചാരിച്ച് നിന്റെ പൈസ തിന്നത്തൊന്നുമില്ല. ഓ രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? തുമ്പി നീ പോയി എത്ര ഉണ്ടെന്ന് നോക്ക്. ഉണ്ണിക്കുട്ടന്റെ നോക്കിക്കോ. ശരി. അല്ല ചേച്ചി, ഡ്രസ്സും കേക്കൊക്കെ മേടിക്കാൻ നമ്മുടെ പൈസ തികയോ? അറിയില്ല, നമുക്ക് നോക്കാം. ചേച്ചി നീ നോക്കിയോ? ആ ചേച്ചി, ഉണ്ണിക്കുട്ടന്റെ 1000 രൂപ ഉണ്ട്. നിന്റെലോ? 500. 500? അതെ, 1000 രൂപ ഉണ്ടായിരുന്നില്ലേ? 500 രൂപക്ക് നീ മിഠായി വാങ്ങി കഴിച്ചോ? മിഠായി മാത്രല്ല ചേച്ചി, ഐസ്ക്രീമും ഐസും മേടിച്ചു. എന്റെ ഈശ്വരാ, അമ്മ അറിയണ്ടത്. ചേച്ചി പറയല്ലേ. അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ മോക്ക് പറഞ്ഞു തരണ്ടല്ലോ. ആവശ്യത്തിന് മിഠായി വാങ്ങാനുള്ള ക്യാഷ് അമ്മ തരുന്നുണ്ട്. ഇത് അമ്മ അറിഞ്ഞാലുണ്ടല്ലോ. ചേച്ചി പറയല്ലേ. ഞാൻ പറയാനൊന്നും പോകുന്നില്ല. താങ്ക് യു ചേച്ചി. അപ്പൊ 1500 ആയില്ലേ? എന്റെ കയ്യിലും 1000 ഉണ്ട്. അത് മതിയാവും. നമുക്ക് ചെറിയ കേക്ക് മേടിക്കാം. പിന്നെ ഡ്രസ് അല്ലേ, അതൊക്കെ നമുക്ക് മേടിക്കാം. അല്ല ചേച്ചി, ക്യാഷ് എത്തില്ലേ? ഇനി നമ്മൾ ഇങ്ങനെ മേടിക്കും. ശരിയാ, ഇനി എങ്ങനെ മേടിക്കുക? നമുക്ക് അപ്പുറത്തെ വീട്ടിലെ പ്രിയ ആന്റിയോട് ചോദിക്കാം. ആന്റി വാങ്ങിത്തരും, നമുക്ക് ക്യാഷ് കൊടുക്കാം. ആ അത് നല്ല ഐഡിയ. എന്നാ തുമ്പി നീ പൈസ എടുത്ത് വാ, ഞാൻ പ്രിയ ആന്റിയോട് ചോദിക്കട്ടെ. ശരി ചേച്ചി. ഞാനുണ്ട്. 1 hour later. പാറു, എന്റെ അമ്മ എനിക്ക് വയ്യ. പാറു, എന്താ അമ്മേ? ഞാൻ നിന്നെ എപ്പം വിളിക്കുന്നുണ്ട്. നീ എവിടെയായിരുന്നു? ഞാൻ ചിന്നൂന്റെ ആടായിരുന്നു. ഒരു ആവശ്യത്തിന് വിളിച്ചാ വിളിയേക്കൂല. എന്താ അമ്മേ? മോള് കടയിൽ പോയി പായസത്തിന്റെ കൂട്ട് മേടിച്ചോണെന്നാ. ഹായ് പായസം. അമ്മ അട മതിയേ. അച്ഛനോട് പറഞ്ഞാ പോരമ്മേ. അച്ഛൻ വരുമ്പോഴേക്കും രാത്രിയാവും, കടയെല്ലാം അടക്കും. മോള് പോയി മേടിച്ചോണ്ട് വാ. ഞാൻ പോവാമ്മേ. വേണ്ട, നീ പോയാൽ ശരിയാവില്ല. അതെന്താ? നീ ചെറിയ കുട്ടിയല്ല, അതാ. പിന്നെ ചേച്ചി വലിയ കുട്ടിയാണല്ലോ. നിന്നെക്കാളും